LDF കുടുംബയോഗത്തിൽ പങ്കെടുക്കാൻ കൂട്ടയവധി നിഷേധിച്ച മേലുദ്യോഗസ്ഥനെ മർദ്ദിച്ച CITU പ്രവർത്തകർ മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിച്ചു. KCBയിലെ CPM അനുകൂല സർവീസ് സംഘടനയിൽപ്പെട്ട ഉദ്യോഗസ്ഥർ തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ CPM നേതൃത്വം പല രീതിയിലും ശ്രമിക്കുന്നുണ്ട്. കൂട്ടാവധി നിഷേധിച്ചതിന് കീഴ് ജീവനക്കാർ സംഘം ചേർന്ന് മർദ്ദിച്ചെന്ന് കാട്ടി KCB ആലപ്പുഴ SL അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഈ മാസം 16-ാം തീയതിയാണ് പോലീസിൽ പരാതി നൽകിയത്. രാജേഷ് മോന്റെ പരാതിയിൽ CPM അനുകൂല സർവീസ് സംഘടനാ നേതാക്കൾക്കെതിരെ മാരാരിക്കുളം പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. പ്രതികളെല്ലാം ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. ഇതിനിടെയാണ് ജീവനക്കാർ മുൻകൂർ ജാമ്യത്തിനായി ആലപ്പുഴ ജില്ലാ കോടതിയെ സമീപിച്ചത്. അപേക്ഷ അടുത്ത മാസം 2-ാം തീയതി കോടതി വീണ്ടും പരിഗണിക്കും. കയ്യാങ്കളിയിൽ KCB ആഭ്യന്തര അന്വേഷണം നടത്തിയെങ്കിലും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ആരോപണ വിധേയർ നൽകിയ പരാതിയിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ വിവാദം ഒഴിവാക്കണമെന്ന് യൂണിയൻ അംഗങ്ങളോട് CPM പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ഇരുകൂട്ടരും ഇതുവരെ വഴങ്ങിയിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.